പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈദും അതിൻ്റെ ആരവങ്ങളൊക്കെ അടങ്ങി നമ്മൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പൊങ്ങച്ചവും ധൂർത്തും അഹങ്കാരവും കലാപങ്ങളും പീഡനങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ലോക്ക്ഡൗണിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്കെല്ലാം കരുതിയിരിക്കാം. ദൈവം വരച്ച വരക്ക് അപ്പുറം കടക്കാൻ നമുക്ക് ഒരു ഉപാധികളും ഇതുവരെ ഇല്ല. എല്ലാ ശക്തിയും ധൈര്യവും ലഭിക്കാനും ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാനും നമുക്ക് ഒന്നിച്ചു നിന്ന് വീണ്ടും പ്രാർത്ഥനയോടെ മുന്നേറാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമൂഹത്തിന് എന്തൊരു നന്മ നൽകാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് ആവട്ടെ ഇനിയുള്ള നമ്മുടെ ഓരോ ദിനങ്ങളും. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വണ്ണമുള്ളവർക്ക് വണ്ണം കുറക്കാനും അതുപോലെ തന്നെ പ്രഷർ നോർമലാക്കാനും ഷുഗർ ഉള്ളവർക്ക് ഷുഗർ നോർമലാക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ചായയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് ആ ചായ എന്നും എന്താണ് നമ്മളതിന് യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് കണ്ടു നോക്കാം. ചായ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പറിക്കാനായി പോകുന്ന സമയത്താണ് ഇതുപോലെ കമ്പിപ്പാല എന്നാണ് ഇവിടെ പറയാറുള്ളത്, അതിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഒരു പൂക്കൾ പെറുക്കാൻ വേണ്ടി രാവിലെ തന്നെ എണീറ്റ് ഇതുപോലെ ഇലയൊക്കെ ആയിട്ട് പോകുന്ന ഓർമ്മയൊക്കെ എനിക്ക് തിരിച്ചു വന്നു. ഇലഞ്ഞിപ്പൂവും ഇതുപോലെ കമ്പിപ്പാലയുടെ പൂവും ഒക്കെ ആയിട്ട് നമ്മൾ മാലയൊക്കെ കോർത്ത് കളിക്കുന്ന ആ കുഞ്ഞു ബാല്യത്തിലേക്ക് ചെറിയൊരു ഓർമ്മ കടന്നുപോയി. കുഞ്ഞു ബാല്യത്തിൻ്റെ ഓർമ്മക്കായിട്ട് തന്നെ പൂക്കളൊക്കെ പൊറുക്കി നമ്മുടെ ചായ ഉണ്ടാക്കാനുള്ള ചെമ്പരത്തി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ചെമ്പരത്തി എല്ലാവരുടെ പറമ്പിലും ഇതുപോലെ ഉണ്ടാവും, പക്ഷെ അതാരും അത്ര ഗൗനിക്കാറില്ല. എല്ലാവരും ചെമ്പരത്തിയുടെ ഇല ഉപയോഗിച്ച് താളിയൊക്കെ ഉണ്ടാക്കും, പക്ഷെ ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒരു മടിയാണ്. പക്ഷെ നമ്മൾ ചെമ്പരത്തി കൊണ്ട് അതുപോലെ മുല്ലപ്പൂ കൊണ്ടൊക്കെ ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ചെമ്പരത്തി ചായ പാലൂട്ടുന്ന അമ്മമാർ അതുപോലെ ഗർഭിണികളായ അമ്മമാരൊന്നും കുടിക്കാൻ പാടുള്ളതല്ല. ചെമ്പരത്തി ഇതുപോലെ ഇതളുകൾ മാത്രം പറിച്ചെടുത്ത് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ചെമ്പരത്തിയുടെ ഇതളിലുള്ള എല്ലാ കളറും നമ്മുടെ ചായയിലേക്ക് വന്ന് നല്ല കളർഫുള്ളായ ഒരു ചായയായി ഇത് മാറും. ശേഷം മധുരത്തിന് വേണ്ടി നമുക്ക് 1 ടീസ്പൂണ് തേന് അതിലൊറ്റി. ഇനി ഇതിൽ ഇഞ്ചിയും ഏലക്കായൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെയും ഇത് കുടിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചെമ്പരത്തി ചായ റെഡി ആയിട്ടുണ്ട്. ചെമ്പരത്തി ചായ ശരീരത്തിന് വളരെ ഉപകാരമുള്ള ഒരു ചായയാണ്. നമ്മളെ തൊലിയുടെ ചുളിവൊക്കെ മാറാൻ പറ്റുന്ന ഒരു ചായ കൂടിയാണ് ചെമ്പരത്തി ചായ. ചെമ്പരത്തി ചായയുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.